നിങ്ങൾ ഒരിക്കലെങ്കിലും സമ്പന്നനാകണം എന്നാഗ്രഹിച്ചിട്ടുണ്ടാകും, ടു ബിക്കം സൂപ്പർ റിച്ച്. പക്ഷേ തുടക്കം എവിടെ നിന്നാണെന്ന് അറിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ ഒരു ക്ലാരിറ്റി തരുന്ന ഒന്നാണ്. നമുക്ക് നോക്കാം സമ്പന്നതയുടെ തുടക്കം എവിടെയാണെന്ന്. മനസ്സാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഇത് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പണമുള്ളവർ വീണ്ടും വീണ്ടും പണമുണ്ടാക്കും. ദരിദ്രർ ദരിദ്രരായി തന്നെ തുടരുകയും ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ളൊരു പ്രധാന കാരണം മൈൻഡ് സെറ്റാണ്. പണമുള്ളവർ കൂടുതൽ പണത്തെക്കുറിച്ച് പഠിക്കുന്നു. അവർക്ക് പണം എന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. എന്നാൽ ദരിദ്രർക്ക് പണം എന്നും ഒരു ബാധ്യതയാണ്. പണം സത്യത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പണമുണ്ട് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. ഉദാഹരണത്തിന്, നമ്മൾക്ക് 1,00,000 രൂപ കിട്ടിയാൽ ആദ്യം ചിന്തിക്കുന്നത് അത് എങ്ങനെ ചിലവാക്കാം എന്നായിരിക്കും. എന്നാൽ സമ്പന്നനാകുന്ന ഒരാൾ ചിന്തിക്കുന്നത് അത് എവിടെ നിക്ഷേപിക്കുമെന്നായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, ചേഞ്ച് യുവർ മണി. വരുമാനം പരിശോധിക്കുക. നോ വേർ യു സ്റ്റാൻഡ്. രണ്ടാമത്തെ പടി എന്നത് നിങ്ങളുടെ വരുമാനവും കൃത്യമായി അറിയുക എന്നതാണ്. 10,000 വരുമാനമെങ്കിൽ അതാണ് തുടക്കം. വരുമാനം ചിലവഴിക്കാനുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക. വിവേകപൂർവ്വം അത് ചിലവഴിക്കുക. വരുമാനത്തിന് ഉതകുന്ന ജീവിത രീതി പിന്തുടരുക. ഫിക്സ്ഡ് അഥവാ സ്ഥിര വരുമാനവും വേരിയബിൾ അഥവാ അസ്ഥിര വരുമാനവും തിരിച്ചറിയുക. ഗൂഗിൾ ഷീറ്റിലോ ഡയറിയിലോ ഇവയെ ട്രാക്ക് ചെയ്യുക. ട്രാക്ക് എക്സ്പെൻസസ്. പണം വരുന്നതിനെക്കുറിച്ച് മാത്രമല്ല, അത് എവിടേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും കൂടെയാണ് പ്രാധാന്യം ഇരിക്കുന്നത്. ചിലവുകളെ 3ആയി തരംതിരിക്കാം: നീഡ്സ്, വാണ്ട്സ് ആൻഡ് വേസ്റ്റ്. നീഡ്സ് എന്നത് ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ അത്യാവശ്യ ചിലവുകളാണ്. വാണ്ട്സ് എന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. സിനിമ, നെറ്റ്ഫ്ലിക്സ് ഇവയൊക്കെയും വാണ്ട്സുകളാണ്. വേസ്റ്റ് എന്നത് യാതൊരു ഉപയോഗവും ഇല്ലാത്ത എന്നാൽ ഒഴിവാക്കാൻ കഴിയുന്ന ചിലവുകളാണ്. ലൈക്ക് സിഗരറ്റ്, ലിക്കർ ഒക്കെയും വേസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇവയുടെ മുകളിൽ കൃത്യമായ കൺട്രോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അടിയന്തര ഫണ്ട് പ്ലസ് നിക്ഷേപം തുടങ്ങുക. പണം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് പണം എങ്ങനെ സംരക്ഷിക്കാം എന്നത്. വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം സേവിങ്സായി നിക്ഷേപിക്കണം. ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരിടത്ത് നിക്ഷേപിക്കുന്നതാണ് ഉചിതം. അതിൻ്റെ കൂടെ തന്നെ ഒരു എമർജൻസി ഫണ്ടും സെറ്റപ്പ് ചെയ്യുക. കുറഞ്ഞത് 3 മാസത്തേക്കുള്ള നിങ്ങളുടെ ബേസിക് ചിലവുകൾ വഹിക്കാനുള്ള തുകയാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് നിങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും തരണം ചെയ്യാനും തകർന്നു പോകാതിരിക്കാനും സഹായിക്കും. പാർട്ട് 5 ആണ് പണവുമായി ബന്ധപ്പെട്ട വിജ്ഞാനം നേടുക എന്നത്. അതായത് ഫിനാൻഷ്യൽ നോളജ്. നമ്മുടെ ബുദ്ധിയും കഴിവുമാണ് ഏറ്റവും വലിയ അസറ്റ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അറിവ് വളർത്താനായാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മുടങ്ങാതെ കാണുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ ഫേമസ് ബുക്സ്, ഉദാഹരണത്തിന് റിച്ച് ഡാഡ് പുവർ ഡാഡ്, സൈക്കോളജി ഓഫ് മണി, അല്ലെങ്കിൽ നമ്മുടേതുപോലുള്ള മറ്റ് യൂട്യൂബ് ചാനൽ, ഏത് സോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ലേൺ ബിഫോർ യു ഏൺ, ലേൺ മോർ ടു ഏൺ മോർ. പാർട്ട് 6 സൈഡ് ഇൻകം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ ഉതകുന്ന, നിങ്ങളെ ബോറടിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ മോണിറ്റൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടപെടൽ വളരെ കുറച്ച് മാത്രം മതിയാകുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്. ഇത് നിങ്ങളുടെ സമ്പന്നരാകാനുള്ള വേഗത കൂട്ടും. ഓർമ്മിക്കുക, ഒന്നിൽ കൂടുതൽ പാസീവ് ഇൻകം കൂടി ചേർന്നതാണ് ഒരു മൾട്ടി മില്യണറിൻ്റെ നെടുന്തൂൺ. പാർട്ട് 7 ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഒക്കെയും ഇമ്പോർട്ടൻറ്റ്. പാർട്ട് 7 നിങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റെന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. പാർട്ട് 7 ആണ് ഫോക്കസ്, ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്. ഒന്നും ഒറ്റ രാത്രി കൊണ്ട് നേടാവുന്ന ഒന്നല്ല. പരിശ്രമം മാത്രമല്ല, നിരന്തരമായ പരിശ്രമമാണ് വിജയത്തിൻ്റെ രഹസ്യം. ഫോക്കസ് എന്നത് കൃത്യമായ ലക്ഷ്യം ഉണ്ടാക്കുക എന്നതാണ്. ചുമ്മാ എനിക്ക് പണക്കാരനാകണം എന്നല്ല, എങ്ങനെ, എന്തു ചെയ്ത് ഞാൻ പണക്കാരനാകും എന്ന് കൃത്യമായ ഗോൾ ആദ്യം തന്നെ ഉണ്ടാക്കണം. പിന്നെ ഡിസിപ്ലിൻ. പ്രശസ്തമായ ഒരു ക്യോട്ടുണ്ട്: ഹാർഡ് വർക്ക് വിതൗട്ട് ഡിസിപ്ലിൻ ഈസ് ഫ്യൂട്ടൽ. ഡിസിപ്ലിൻഡായ ഹാർഡ് വർക്ക് വിജയത്തിന് അത്യാവശ്യമായ ഒന്നാണ്.
ഇവ കൂടാതെ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ട ക്ഷമയും വേണം. കാത്തിരിക്കാനുള്ള ധൈര്യം നിങ്ങളെ നിശ്ചയമായും ലക്ഷ്യത്തിലെത്തിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ ഇന്ന് എവിടെയാണ് എന്നതിൽ കാര്യമില്ല, നിങ്ങൾ എവിടേക്കാണ് നീങ്ങുന്നത് എന്നതിലാണ് കാര്യം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.